സൗദി അറേബ്യയിൽ വനിതകൾക്ക് വാഹനമോടിക്കാൻ നിയമഭേദഗതി ആവശ്യമില്ലെന്ന് ശൂറ കൗൺസിൽ അംഗം ഡോക്ടർ സാമി സൈദാൻ അഭിപ്രായപ്പെട്ടു. ഇത് സാമൂഹിക വിഷയമാണ്. അതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്തം വനിതകളുടെ രക്ഷിതാക്കൾക്കാണെന്നും സാമി സൈദാൻ പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് വാഹനമോടിക്കാൻ ലൈസൻസ് അനുവദിക്കുന്നുണ്ട്. എന്നാൽ സൗദി അറേബ്യയിൽ വനിതകൾക്ക് വാഹനമോടിക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യമുയർന്നെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല. വനിതകളുടെ ഡ്രൈവിംഗിന് എതിർപ്പില്ലെന്നും സാമൂഹിക തീരുമാനമാണ് ആവശ്യമെന്നും സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഷൂറ കൗൺസിൽ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ ഉദ്ദേശിക്കില്ലെന്ന് ഡോക്ടർ സാമി സൈദാൻ വ്യക്തമാക്കി. അതിനിടെ ഷൂറ കൗൺസിൽ സ്ത്രീകൾക്ക് ഡ്രൈവിംഗിന് അനുമതി നൽകിയതായി സാമൂഹിക മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചു. ഇത് തെറ്റാണെന്നും ഇത്തരത്തിൽ ചർച്ചകളോ തീരുമാനങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും ഷൂറ കൗൺസിൽ വക്താവ് മുഹമ്മദ് അൽ മുഹന്ന അറിയിച്ചു. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കണമെന്ന് 4 വർഷം മുമ്പ് ഷൂറ കൗൺസിലിലെ 3 വനിതാ അംഗങ്ങൾ ശുപാർശ സമർപ്പിച്ചിരുന്നെങ്കിലും വിഷയം ചർച്ച ചെയ്തിരുന്നില്ല. അതേസമയം അടുത്ത മാസം മുതൽ സ്ത്രീകൾക്ക് വാഹനമോടിക്കാൻ അനുമതി നൽകുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ട്രാഫിക് വിഭാഗം വക്താവ് കേണൽ താരിഖ് അർ-റുബൈആൻ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. കുവൈറ്റ് നഴ്സിംഗ് മേഖലയിൽ പുതിയ പദ്ധതികളുമായി സർക്കാർ. വിദേശികൾ കൈയടക്കി വെച്ചിരിക്കുന്ന നഴ്സിംഗ് മേഖലയിൽ സ്വദേശികളെ ജോലിക്ക് പ്രാപ്തരാക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ പരിശീലന കോഴ്സുകൾ. വിദേശികൾ കൈയടക്കിയിരിക്കുന്ന നഴ്സിംഗ് മേഖലയിലും സ്വദേശിവത്കരണം പിടിമുറുക്കുന്നതിന് വിവിധ പദ്ധതികൾക്ക് കുവൈറ്റ് സർക്കാർ തയ്യാറാകുന്നു. ആരോഗ്യ മേഖലയിൽ നഴ്സിംഗ് പരിശീലനത്തിന് ആവശ്യമായ ബൃഹത്തായ പദ്ധതികൾക്കാണ് സർക്കാർ രൂപം നൽകുന്നത്. പബ്ലിക് അതോറിറ്റി ഫോർ എഡ്യൂക്കേഷന് കീഴിലുള്ള നഴ്സിംഗ് കോളേജുകളിൽ വിവിധ കോഴ്സുകൾക്കാണ് പദ്ധതി തയ്യാറാവുന്നത്. വിദ്യാഭ്യാസ വിഭാഗം അസിസ്റ്റന്റ് ഡീൻ ഡോക്ടർ അലി ഫല അൽ ജറയാണ് ഇക്കാര്യം അറിയിച്ചത്. ബാച്ചലർ ഓഫ് നഴ്സിംഗ്, ബാച്ചലർ ഓഫ് സ്കൂൾ നഴ്സിംഗ്, ബാച്ചലർ ഓഫ് കംപ്ലീറ്റ് നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് ഡിപ്ലോമ എന്നീ 4 കോഴ്സുകൾക്കാണ് അതോറിറ്റിയുടെ നീക്കം. ആദ്യ 2 കോഴ്സുകൾ 4 വർഷവും മറ്റ് 2 2 വർഷം വീതവുമായിരിക്കും. ബാച്ചലർ ഡിഗ്രിക്ക് ശേഷം 1 വർഷത്തെ സ്പെഷ്യലൈസ്ഡ് കോഴ്സും ഇതോടൊപ്പം ഉണ്ടാകും. കോഴ്സുകൾക്കുള്ള പ്രവേശനം ഉടൻ ആരംഭിക്കുമെന്നും സ്വദേശികളെ ഈ രംഗത്തേക്ക് ആകർഷിക്കുന്നതിന് ഉയർന്ന തോതിൽ സ്കോളർഷിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഴ്സിംഗ് സ്കോളർഷിപ്പ് 300 ദിനാറാണ്. മെഡിസിൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 350 ദിനാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്കോളർഷിപ്പാണിത്. നഴ്സിംഗ് ജോലിക്ക് നിലവിൽ സ്വദേശികളുടെ എണ്ണം വളരെ കുറവാണ്. ഈ അവസ്ഥ മറികടക്കുന്നതിനാണ് വലിയ സ്കോളർഷിപ്പോടെ സ്വദേശികൾക്ക് വിവിധ നഴ്സിംഗ് കോഴ്സുകൾ ആരംഭിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. കുവൈറ്റ് ദിനാറിന്റെ 56ാമത് വാർഷികമാണ്. 1961 കുവൈറ്റ് ദിനാർ നിലവിൽ വന്നത്. വിവിധ ഘട്ടങ്ങളിലായി 6ാമത് പതിപ്പിലെത്തിയ കുവൈറ്റ് ദിനാറിന്റെ മൂല്യം വളരെ ഉയർന്ന നിരക്കിലാണ്. നിലവിൽ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വില കൂടിയ കുവൈറ്റ് ദിനാറിന് 56 വയസ്സ്. 1961 ഇന്ത്യൻ രൂപയുടെ വിനിമയം ഗൾഫ് രാജ്യങ്ങളിൽ അവസാനിച്ചതോടെയാണ് കുവൈറ്റിലും പുതിയ കറൻസിക്ക് രൂപം നൽകിയത്. എന്നാൽ 1988 ഭരണഘടനാ അനുസൃതമായി രൂപം നൽകിയ കുവൈറ്റ് ദിനാറിന്റെ ആദ്യ പതിപ്പിന് അമീരി ഡിഗ്രി 41/1960 അനുസരിച്ച് മോണിറ്ററി കൗൺസിലും നിലവിൽ വന്നു. 1961 ഏപ്രിൽ 1 കുവൈറ്റും ഇന്ത്യയും തമ്മിലുണ്ടായ കരാർ അനുസരിച്ച് ഇന്ത്യൻ കറൻസിയായ ഗൾഫ് റുപ്പി പിൻവലിച്ചു. 10 ദിനാറിന്റെ ആദ്യ പതിപ്പ് രാഷ്ട്രപിതാവ് അമീർ ഷെയ്ഖ് അബ്ദുള്ള അൽസാലിം അൽസബയുടെ ചിത്രത്തോടെയാണ് പുറത്തിറങ്ങിയത്. 1970 സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ് 1/4 ദിനാറിന്റെയും 1/2 ദിനാറിന്റെയും 10 ദിനാറിന്റെയും പുതിയ പതിപ്പുകൾ ഇറക്കിയത്. 1971 1 ദിനാറിന്റെയും 5 ദിനാറിന്റെയും പുതിയ നോട്ടുകൾ വിനിമയം തുടങ്ങി. 1980 ദിനാറിന്റെ 3ാം പതിപ്പ് അന്നത്തെ അമീർ ഷെയ്ഖ് ജാബർ അൽസബയുടെ ചിത്രത്തോടെ പുറത്തിറങ്ങിയത്. 1986 20 ദിനാറിന്റെ പുതിയ കറൻസി എത്തി. എന്നാൽ 1990 ഉണ്ടായ ഇറാഖ് അധിനിവേശത്തിന് ശേഷം 1991 ലിബറേഷനെ തുടർന്ന് ബാങ്ക് നോട്ടുകൾ നവീകരിച്ച് 4ാം പതിപ്പും 1994 5ാമത് പതിപ്പും നിലവിൽ വന്നു. 6ാമത്തേതും ഏറ്റവും ഒടുവിലത്തേതുമായ പതിപ്പ് 2014 രാജ്യത്തിന്റെ വിവിധ ലാൻഡ് മാർക്കുകൾ അടയാളപ്പെടുത്തി ഏറ്റവും ആധുനിക നോട്ടിന് രൂപം നൽകി. PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിദേശ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തമായതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി MJ അക്ബർ അബുദാബിയിൽ പറഞ്ഞു. ഔദ്യോഗിക സന്ദർശനാർത്ഥം UAE-യിലെത്തിയ മന്ത്രി ഇന്ത്യൻ എംബസിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ ഗ്രൂപ്പും സംയുക്തമായി ഇന്ത്യൻ എംബസിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി MJ അക്ബർ. നോട്ട് നിരോധനത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിച്ച് മൊത്ത ആഭ്യന്തര ഉൽപാദനം 7.5% ഉയർത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിനു ശേഷം ഈ ദിവസം വരെ നിരവധി ഗവൺമെന്റ് പ്രതിനിധി സംഘങ്ങൾ ഇരു രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുള്ളതെന്നും ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര, വാണിജ്യ, സാംസ്കാരിക വിനിമയങ്ങൾ ശക്തമാക്കാൻ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നും ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സ്ഥാനപതി നവദീപ് സിംഗ് സൂരി, ICIA ചെയർമാൻ സുരേഷ്, SFC ഗ്രൂപ്പ് MD K മുരളീധരൻ, BPS ഗ്രൂപ്പ് MD ഡോക്ടർ ഷംസീർ വയലിൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, അബുദാബി.
അബുദാബിയിൽ ഏപ്രിൽ മാസത്തെ സബ്സിഡിയില്ലാത്ത പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു. 25 പൗണ്ടിന്റെ സിലിണ്ടർ 58 ദിർഹത്തിൽ നിന്ന് 52ആയും 50 പൗണ്ടിന്റെ സിലിണ്ടർ 116 ദിർഹത്തിൽ നിന്ന് 104 ദിർഹവുമായാണ് കുറച്ചത്. 100 പൗണ്ടിന്റെ സിലിണ്ടറിന്റെ വില 232 ദിർഹത്തിൽ നിന്ന് 208ആയും കുറച്ചിട്ടുണ്ട്. രാഹൽ ഈ പാചകവാതക കാർഡുള്ള അബുദാബി എമിറേറ്റിലെയും വടക്കൻ എമിറേറ്റുകളിലെയും താമസക്കാർക്ക് 25 പൗണ്ടിന്റെ സിലിണ്ടർ 20 ദിർഹത്തിനും 50 പൗണ്ടിന്റെ സിലിണ്ടർ 30 ദിർഹത്തിനുമാണ് അഡ്നോക് വിതരണം ചെയ്യുന്നത്. ബഹ്റൈൻ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബഹ്റൈൻ ഫോർ ഓൾ ഫോർ ബഹ്റൈൻ ഫെസ്റ്റിവൽ ശ്രദ്ധേയമായി. പ്രവാസികളും സ്വദേശികളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടി ആസ്വദിക്കാൻ എത്തിയിരുന്നു. പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ കാർമ്മികത്വത്തിൽ ഹിദ്ദിലെ പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ പാർക്കിലായിരുന്നു ബഹ്റൈൻ ഫോർ ഓൾ ഫോർ ബഹ്റൈൻ എന്ന സാംസ്കാരിക പരിപാടി അരങ്ങേറിയത്. ബഹ്റൈൻ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 40-ലധികം എംബസികൾ, ക്ലബ്ബുകൾ, സൊസൈറ്റികൾ, സംഘടനകൾ എന്നിവയുടെ പങ്കാളിത്തമുണ്ടായിരുന്നു. അതോടൊപ്പം ബഹ്റൈൻ സ്വദേശികളും സജീവമായി മേളയുടെ ഭാഗമായി. പോലീസ് സേനയുടെ ബാൻഡ് സെറ്റോടെ ആരംഭിച്ച പരിപാടിയിൽ സംഗീതം, നൃത്തം, ഹാസ്യം, തിയേറ്റർ കലാരൂപങ്ങൾ തുടങ്ങിയവയും അരങ്ങേറി. വൈവിധ്യമാർന്ന തത്സമയ ഷോകൾ, 250 മാർക്കറ്റ് സ്റ്റോളുകൾ, പങ്കെടുക്കുന്നവർക്ക് സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന വിധം റാഫിൽ ഡ്രോകൾ, ചിത്രരചനാ വിദ്യാർത്ഥികൾ ബഹ്റൈൻ പൈതൃകത്തെ ആസ്പദമാക്കി വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം തുടങ്ങിയവ മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. രാജ്യത്തെ വിവിധ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ഐക്യവും സഹകരണവും പ്രതിഫലിപ്പിക്കുന്ന ഈ മേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ബാബ യാസിൻ കുട്ടികളുടെ പരിപാടിക്ക് നേതൃത്വം നൽകി. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ. ഓട്ടിസം ബോധവൽക്കരണ മാസാചരണത്തിന്റെ ഭാഗമായി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വാക്കത്തോൺ ഉൾപ്പെടെ വിവിധ പരിപാടികൾ അരങ്ങേറി. ഖത്താറ കൾച്ചറൽ വില്ലേജിൽ ഖത്തർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന വാക്കത്തോണിൽ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്കൂളുകളും സംഘടനകളും പങ്കെടുത്തു. കുട്ടികളോടൊപ്പം നീല വസ്ത്രമണിഞ്ഞ നിരവധി പ്രവാസി കുടുംബാംഗങ്ങളും അധ്യാപകരും 500 മീറ്റർ വാക്കത്തോണിൽ പങ്കെടുത്തു. തുടർന്ന് കുട്ടികൾക്കായി വിവിധ കലാകായിക മത്സരങ്ങളും അരങ്ങേറി. സീറോ മലബാർ സൊസൈറ്റി ബഹ്റൈന്റെ സിംസ് വർക്ക് ഓഫ് മേഴ്സി അവാർഡ് ബഹ്റൈൻ KMCCക്ക് സമ്മാനിച്ചു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടന്ന പരിപാടിയിൽ ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ബഹ്റൈനിലെ മാനവകാരുണ്യ മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കുമായി സീറോ മലബാർ സൊസൈറ്റി ഏർപ്പെടുത്തിയിരിക്കുന്ന സിംസ് വർക്ക് ഓഫ് മേഴ്സി അവാർഡ് ദാന ചടങ്ങ് ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വെച്ച് നടന്നു. ഈ വർഷത്തെ വർക്ക് ഓഫ് മേഴ്സി പുരസ്കാരത്തിന് ബഹ്റൈൻ KMCC അർഹമായി. ചടങ്ങിൽ ആരോഗ്യ മന്ത്രാലയം മുൻ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹായ് അലി അല്ലാവാദിയിൽ നിന്നും KMCCക്ക് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് SV ജലീൽ, സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ, ട്രഷറർ ഹബീബ് റഹ്മാൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. മകളാണ് മറക്കരുത് എന്ന നൃത്തശില്പത്തോടു കൂടിയായിരുന്നു പരിപാടികൾക്ക് തുടക്കമായത്. സിംസ് പ്രസിഡന്റ് ജോസഫ് കെ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ വാഗ്മിയും മുൻ രാജ്യസഭാംഗവുമായ അബ്ദുൾ സമദ് സമദാനി മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടെ മറ്റൊരു മഹാത്ഭുതം നടക്കുകയാണ്. ഒരു സംഘടന മറ്റൊരു സംഘടനയെ ആദരിക്കുകയാണ്. ഈ രീതിയിലുള്ള കുടില മനസ്സുകൾ, സങ്കുചിത മനസ്സുകൾ വളരുന്ന ഒരു കാലത്ത് KMCCക്ക് അവാർഡ് നൽകുക വഴി, പുരസ്കാരം നൽകുക വഴി കേവലം ഒരു പുരസ്കാരമല്ല സിംസ് നൽകുന്നത്, സംഘടനാ പ്രവർത്തനത്തിൻ്റെ വിശാല ചക്രവാളങ്ങളിലേക്ക് വാതായനങ്ങൾ തുറന്നിടുന്ന പുതിയ ഒരു സംസ്കാരത്തെ. ബഹ്റൈനിലെ സാമൂഹിക പ്രവർത്തകനായ ചന്ദ്രൻ തിക്കോടിയനെ ചടങ്ങിൽ ആദരിച്ചു. ഖത്തർ സിംസ് പ്രസിഡന്റ് ജോയ് ആന്റണി എലവത്തിങ്കൽ, ബിജു ജോസഫ്, തോമസ് ജോൺ, ആഷ്ലി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ. ഇടവേള.